ഉംറയ്ക്ക് പോകാൻ എല്ലാരെ കൊണ്ടും പറ്റും, ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. 27-ാം രാവിന്റെ അന്ന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി തനസ്സലുൽ മലായിക. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂജഹലിന്റെ മകൻ അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തനസ്സലുൽ മലായിക. അതിന്റെ തഫ്സീർ എടുത്ത് നോക്കുമ്പോൾ കാണാം 27-ാം ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഈ വർഷം അല്ലാഹുവിന്റെ കഅബയിലേക്ക് എത്തേണ്ടവരുടെ പേര് ആ മലക്കുകൾ എഴുതിയെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഭവനത്തിൽ പോകേണ്ടവരുടെ പേര് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എഴുതിയെടുത്തിട്ടുണ്ട്. അള്ളാഹു ആ പേരിൽ നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ സഹായിച്ചാൽ മതി. ആരും പൈസ ഒന്നും തന്ന് സഹായിക്കണ്ട, ദുആ ചെയ്ത് സഹായിച്ചാൽ മതി. അള്ളാഹു നമ്മളെയൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. ചിലരോട് ഹജ്ജിന് ഉംറയ്ക്ക് അല്ല പൈസയൊക്കെ ഉണ്ട്, ഉസ്താദന്മാര് ചോദിക്കും, ഹജ്ജിനൊന്ന് പോകണ്ടേ, ഉംറയ്ക്കൊന്ന് പോകണ്ടേ? ആദ്യം പറയണ മറുപടി എന്തെന്ന് നോക്കണം, നമ്മൾ ചോദിക്കണം. ആരോടെങ്കിലൊക്കെ ചോദിക്കണം, ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ചിലർ ആദ്യം പറയണ മറുപടി, ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്തിട്ട് പോകാം. എന്താ പറയണ മറുപടി? പൈസ ഒക്കെ ഉള്ളവർ, കയ്യിലുള്ളവർ ആദ്യം ചോദിക്കുമ്പോ പറയണ മറുപടി, പടച്ചോനെ ഇത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട് ഉസ്താദ്, അതൊക്കെ തീർത്തിട്ട് പോകാന്ന്. പടച്ചോനെ ഖിയാമത്ത് നാളായാലും ഓമക്കത്തെത്തൂല. കാരണം അവൻ ഖിയാമത്ത് നാളായാലും എത്തു. കാരണം എന്താ? അവൻ ആഗ്രഹമില്ല. എന്നാ വാടക വീട്ടിലാ കഴിയുന്നേ. ഒരു പാവപ്പെട്ട വാപ്പയോട് ചോദിക്കണോ, വാപ്പ മക്കത്ത് പോണ ഉസ്താദെ, വാടക കൊടുക്കാൻ പൈസ ഇല്ല വാപ്പപ്പെട്ടന്റെ കയ്യില്, ഒരു മാസത്തെ വാടക കൊടുക്കാൻ പൈസയില്ല. ആ മനുഷ്യനോട് മക്കയിൽ പോകണ്ടേ എന്ന് ചോദിച്ചാൽ ഉടനെ പറയണ മറുപടി, ഉസ്താദെ ആഗ്രഹമുണ്ട് ഉസ്താദെ, ആഗ്രഹം വേണ്ടത്. അള്ളാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. പരിശുദ്ധമായ കഅബയിൽ പോകാൻ പൈസ മുടക്കാൻ എല്ലാവർക്കും വലിയ മടിയാ. മക്കത്ത് പോകണം, മദീനത്ത് പോകണം എന്ന് പറയുമ്പോ പൈസ മനുഷ്യ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ മക്കയിൽ പോകാൻ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും പടച്ചവനെ? നീ കഅബയിൽ പോകണം, പരിശുദ്ധമായ കഅബയിൽ പോകണമെന്ന് നീ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും? 3 പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കത്ത് പോയാൽ കിട്ടുന്ന 3 പ്രതിഫലം: ഒന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, ഉമ്മ പ്രസവിച്ചതുപോലെ ആക്കി കൊടുക്കും. 2 മക്കത്ത് പോയവർക്കൊക്കെ അറിയാം, എത്ര സുഖമില്ലാത്ത മനുഷ്യനും അവിടെ ചെന്നാ അവൻ ആരോഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇവിടെ ഇങ്ങനെ, ഞാനിപ്പോ ഏറ്റവും നല്ല ഉദാഹരണം, ഉംറയ്ക്കൊക്കെ പോകുന്നവർക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും രോഗം പിടിച്ചവനായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഉഷാറ് കളവന്മാരൊക്കെ ചാടി ഓടി നടക്കുന്ന കാണാം. ഞാനിപ്പോ ഈ പ്രാവശ്യം പോയപ്പോ ജബലിനൂറിന്റെ മുകളിൽ കയറാൻ വേണ്ടി പടച്ചനെ, പർവ്വതത്തിന്റെ മുകളിൽ, ഖുർആൻ ഇറങ്ങിയ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുപാട് പ്രായമുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഉമ്മാമ്മമാരൊക്കെ കയറി പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ആംബുലൻസ് വിളിച്ചിടണം, ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉസ്താദ് ഇല്ല, ഞങ്ങൾ കയറും. അള്ളാഹു പടച്ചനെ എല്ലാ എണ്ണം കയറി. ഞാനാണെങ്കിൽ ഏറ്റവും ചെറുപ്പം ഞാനാ തോന്നുന്നു. ഞാനിങ്ങനെ 3/4% എത്തിയപ്പോ ഒരു ഉമ്മാമ്മ മോളിൽ പോയിട്ട് ഇറങ്ങി വരിക. തിരൂര് കൂട്ടായിലുള്ളൊരു ഉമ്മയാ. അള്ളാഹു പടച്ചനെ ഇവരതിന്റെ മോളിൽ പോയിട്ട് ഇറങ്ങി വരുന്നത്, ഞാൻ 3/4 ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ എന്തേ നിങ്ങൾ തിരിച്ചു വരണേ? ഞാൻ കയറി ഉസ്താദ്, ഞാൻ കയറി. ഉസ്താദ് ഇവിടെ എത്തിയതേ ഉള്ളൂ. എന്തൊരണപ്പാണക്കണേ, എന്നോട് ചോദിക്കുക, എന്തൊരണപ്പാണക്കണത്? എന്തോ ഉസ്താദ്, ചെറുപ്പക്കാരല്ലേ നിങ്ങള്? അള്ളാഹു, ഈ ഉമ്മ പഴങ്കഞ്ഞി കുടിച്ചതിന്റെ ബലം കാണിച്ചിട്ട് ഒരു മോളിത് കയറിയിട്ട് ഇറങ്ങി വരാ. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു, അവിടെ ചെന്നാൽ ഏത് രോഗിക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ നിനക്കൊരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുടക്കി എന്ന് പറഞ്ഞിട്ട് നീ ഇവനെ പേടിക്കണ്ട. അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോകാൻ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അള്ളാഹുവിനെ കണ്ടുമുട്ടലാകണം, പടച്ച റബ്ബിന്റെ ലിഖാ ആകണം.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവനെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടിട്ട് അല്ലാഹുവിന്റെ ലിഖാ കണ്ടിട്ട് ചിരിക്കുന്ന മുഖത്തോടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടണ്ട്. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മുടെ കണ്ണുകൊണ്ട് റബ്ബിനെ കാണണ്ടേ, അല്ലാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും പടച്ച റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ടോ? എന്റെ പടച്ച അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആർക്കെങ്കിലും പടച്ചവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താ അവൻ അല്ലാഹുവിന്റെ ലിഖാ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 1 ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത മഹത്വ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമിങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് നീ ഒരു പൈസ ഭക്ഷണം വാങ്ങിക്കൊടുത്താ നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങൾ ചിന്തിക്ക്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അതിനേക്കാളും വേറൊരു കാര്യമില്ല. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പള്ളിയിലെ ഖത്തീബിനോടായി ഹദീസ് പറയണ്ടേ, പള്ളിയിലെ ഉസ്താദന്മാരോടായി ഹദീസ് പറയണ്ടേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുആദ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുമ്പോൾ വലിയ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കത്തുള്ളൂ. ചില ഉസ്താദന്മാർ അങ്ങനെ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാറുള്ളൂ. മുആദ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുമ്പോൾ വലിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിക്കാറ്. എല്ലാവരും വന്നിട്ട് പരാതി പറഞ്ഞ്, നബിയെ പുറകിൽ നിന്ന് വല്ലാത്ത ബുദ്ധിമുട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഫിത്നയും ഫസാദ് ഉണ്ടാക്കണം? നീ എന്തേ ഫിത്ന ഉണ്ടാക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ നിസ്കരിക്കുന്ന സമയത്ത് നീ ചെറിയ സൂറത്തെ ഓതാവൂ. നിന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് നിസ്കരിക്കണേ, നിന്റെ പുറകിൽ നിൽക്കുന്നവരെ നീ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിസ്കാരം. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുറകെ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വലിയ സൂറത്ത് ഓതിയിട്ട് ഇപ്പൊ ചോദിക്കുമല്ലോ, ഉസ്താദെ തറാവിയൊക്കെ കഴിഞ്ഞല്ലോ, റമളാനാണല്ലോ, തറാവിയൊക്കെ കഴിഞ്ഞു, അളിയ ഏത് പള്ളിയിലാടാ? അവിടെ വല്ലുഹ മുതല, അവിടെ വല്ലുഹ മുതല ഓടാ. ഉസ്താദിന് വല്ലുഹ മാത്രമല്ല ഓതാൻ അറിയണേ. എന്തേ വല്ലുഹ മുതൽ താഴോട്ട് ഓടുന്നത്? ഉസ്താദിന് ബക്കറ ഓതാൻ അറിയാഞ്ഞിട്ടല്ല, ഏറ്റവും എളുപ്പം തീരുന്ന പള്ളിയിലാ നമ്മളൊക്കെ ഓടണേ അല്ലേ? എന്റെ പൊന്നു മോനെ, പുറകിൽ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ. തന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്, പള്ളി കണ്ട് ചാടിക്കേറി നിസ്കാരം കഴിഞ്ഞിട്ട് പോകേണ്ടവരുണ്ട്. നീ ബുദ്ധിമുട്ടിക്കല്ലേ, ആ സമയത്ത് പോലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്, എന്തെങ്കിലും ഒരു ഇബാദത്തിൽ, ഹജ്ജിന് പോയി ഉംറയ്ക്ക് പോയി ഒരു തെറ്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് പിടിച്ചു നമ്മളൊക്കെ. ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പാവപ്പെട്ടവർക്ക് 2.75-3 കിലോ അരി വാങ്ങിക്കൊടുക്കാനാ പറഞ്ഞേ. പാവത്തിനെ സഹായിക്കുന്ന പറഞ്ഞേ. ഹജ്ജിന് പോയി ഒരു തെറ്റുപറ്റി, ഉംറയ്ക്ക് പോയി ഒരു തെറ്റുപറ്റി, എന്താ ചെയ്യാൻ പറഞ്ഞത്? പാവങ്ങൾക്ക് നീ ഭക്ഷണം വാങ്ങിക്കൊടുക്ക്, നീ മൃഗത്തെ വാങ്ങിച്ച് അറുത്തു കൊടുക്ക്. എടാ, സത്യം ചെയ്തിട്ട് ലംഘിച്ചു, അല്ലാഹുവിനെ കുറിച്ച് സത്യം ചെയ്തിട്ട് ലംഘിച്ചു, നിന്നോട് എന്തേ അല്ല പറഞ്ഞത്? 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി അത് തന്നെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബിക്ക് ഖലീലുല്ലാ എന്ന് പേരുണ്ട്. പേരിട്ടാനുള്ള കാരണം എന്താ? ഖലീലുല്ലാ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? ഇബ്രാഹിം നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. എപ്പോ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവനെ കൂടെ ഇരുത്തിയിട്ട് കഴിക്കൂ. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം എടുത്തു വെച്ചു, ആരെയും കിട്ടിയില്ല കൂടെ ഇരുത്താൻ. ഒരു പാവപ്പെട്ടവനെ കിട്ടിയില്ല. വിളമ്പി വെച്ച ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ഇബ്രാഹിം നബി ഇറങ്ങി നടന്നു. അത്രയും മൈലുകളോളം, കിലോമീറ്ററുകളോളം നടന്നു ഒരു പാവപ്പെട്ടവനെ തേടിയിട്ട് ഒരു നേരം ആഹാരം കൊടുക്കാൻ. എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ട് ആരെയും കിട്ടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടാ വന്നത്, കരഞ്ഞുകൊണ്ടാ തിരിച്ചു വന്നേ. ആരെയും കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിനകത്തൊരാളിരിക്ക. അല്ലാഹു ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? നീ ആരാ? എന്റെ അനുവാദം ഇല്ലാതെ നീ ഇതിനകത്ത് കയറിയല്ലോ, ആരാ നിനക്ക് അനുവാദം തന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ഈ വീടിന്റെ യഥാർത്ഥ ഉടമ എന്നെയും നിങ്ങളെയും പടച്ച അല്ല എനിക്ക് കയറാൻ അനുവാദം തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? ഞാൻ മലക്കാ നബിയെ.
ഞാൻ മലക്കാ നബിയെ എന്തിനാ വന്നത്? അള്ളാഹു എന്നോട് പറഞ്ഞു, ഈ ലോകത്ത് അള്ളാഹുവിനൊരു ഖലീലുണ്ട്, ആ മനുഷ്യനോട് പറയാൻ വിട്ടതാ. അള്ളാഹുവിനൊരു ഖലീലുണ്ട്, ആ ഖലീലിനോട് പറയാൻ വേണ്ടി പടച്ച റബ്ബെന്നെ പറഞ്ഞു വിട്ടതാ. ഇബ്രാഹിം നബി ചോദിച്ചു, ആരാ മനുഷ്യൻ? ഒന്ന് പറഞ്ഞു തരുവോ? ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ ആ മനുഷ്യനുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഖലീലിന്റെ കൂടെ ഞാൻ ചിലവഴിക്കാൻ തയ്യാറാ. ആരെന്ന് ചോദിച്ചപ്പോൾ മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയെ നിങ്ങളാ അള്ളാഹുവിന്റെ ഖലീല്, നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എപ്പോ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. കിട്ടാതെ വന്നപ്പോ കിലോമീറ്ററുകൾ നടന്നിട്ട് കരഞ്ഞുകൊണ്ട് വന്നില്ലേ നബിയെ? അതുകൊണ്ടാണ് നിങ്ങളാണ് അതിന് യോഗ്യൻ, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഖലീൽ എന്ന് മലക്ക് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു ഇബ്രാഹിം നബി. മഹാനായ മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട് ഇപ്പം വല്ലാത്ത വിഷയങ്ങളൊക്കെ നടക്കുന്ന കാലവാ. മൃഗസ്നേഹികൾ കടന്ന് നെട്ടോട്ടോടുന്ന കാലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിക്ക് സഫിയുള്ള എന്ന ആദം നബിയുടെ പേരാ സഫിയുള്ള. മൂസാ നബിക്കും സഫിയുള്ള എന്നൊരു പേരുണ്ടായിരുന്നു. കാരണം എന്തേ? ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ആട് മേച്ചു കൊണ്ടിരുന്നപ്പോ ഒരു മുടന്തൻ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നത്രേ. നടക്കാൻ കഴിയാത്ത ഒരു മുടന്തുള്ള ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നത്രേ. ശുഐബ് നബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഈ മുടന്തുള്ള ആട്ടിൻകുട്ടി ഒറ്റപ്പെട്ടു പോയി. പടച്ചവനെ, മൂസാ നബി വീട്ടിൽ പോയി നോക്കുമ്പോ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. തെരഞ്ഞു കാലിന് മുടന്തുള്ള ആട്ടിൻകുട്ടിയെ തെരഞ്ഞു നടന്നു. അവസാനം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. കരയുന്ന ആട്ടിൻകുട്ടിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മഹാനായ മൂസാ നബി പറഞ്ഞു കൊടുത്തത്രേ, നീ കരയണ്ട, നിന്നെ അവിടെ എത്തിക്കാമെന്ന് മൂസാ നബി പറഞ്ഞു. ആ മൃഗത്തിനോട് സ്നേഹം കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു മൂസാ നബിയെ സഫിയുള്ള എന്ന് വിളിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു ആട്ടിൻകുട്ടിയോട്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൃഗങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന മതം ഇസ്ലാം മതമല്ലാതെ വേറൊരു മതം ഈ ലോകത്തില്ല. തെളിയിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. എന്തേ? റസൂലുള്ള പറഞ്ഞു, അറുക്കണ സമയത്ത് നീ അതിന് വെള്ളം കൊടുക്കണം, നീ കത്തിക്ക് മൂർച്ച കൂട്ടണം. മറ്റൊന്നിന്റെ മുന്നിലിട്ട് അറുക്കല്ലേ, അതിന്റെ മുന്നിൽ വെച്ച് നീ കത്തിക്ക് മൂർച്ച കൂട്ടരുത്. അവന്റെ കൈകാലുകൾ കെട്ടിക്കെട്ട് അറുക്കണേ. വേദന അറിയാതിരിക്കാൻ നീ ബിസ്മി പറഞ്ഞിട്ട് അറുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ മനുഷ്യന്മാരെ? ഇതിനേക്കാളും മൃഗങ്ങളോട് കരുണ കാണിക്കാൻ കൂടം വെച്ച് തല്ലുന്നവരാ ഇപ്പൊ ഇവിടെ വലന്ന് നടക്കണേ. കൂടം വെച്ചിട്ട തല്ലണ, കോഴിയെ പിടിച്ച് കഴരിക്കണ മഹാന്മാരൊക്കെയാ ഇപ്പൊ സ്നേഹത്തിന്റെ കാര്യം പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പോത്തിനെ നിരോധിച്ചോ, കാളയെ നിരോധിച്ചോ, പശുവിനെ നിരോധിച്ചോ, ഒന്നുമില്ല, മൊത്തവും നിരോധിക്കട്ടെ. ഒരു സന്തോഷമുള്ളൂ. എല്ലാത്തിനെയും നിരോധിക്കട്ടെ, എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇതിനൊന്നും പ്രതിഷേധിക്കാനോ ഇതിനൊന്നും പറയാനൊന്നും നമ്മൾ നടക്കണ്ട. എന്താ പറയാ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമടപ്പിക്കാൻ അള്ളാഹ്നറിയാം, അത് റബ്ബ് നോക്കിക്കോളും. അള്ളാഹു ഹലാലാക്കിയ കാര്യത്തെ നമ്മൾ നമ്മളൊക്കെ ഹറാമാക്കാൻ നിന്ന മോളിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മനുഷ്യന്മാരെയൊക്കെ മുസ്ലിമീങ്ങളൊക്കെ തല്ലിക്കൊല്ലുന്ന കാലം, മൃഗത്തിന്റെ പേരും പറഞ്ഞിട്ട്. എല്ലാരും ഒന്നുമില്ല, കുറച്ച് ഭ്രാന്തന്മാർ ഇങ്ങനെ അടക്കാം. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എന്തോ വരാൻ പോകുന്നുണ്ട്, എന്തോ വലിയൊരു അദാബ് വരാൻ പോകുന്നു. അതിന്റെ അടയാളമായി കാണിച്ചു കൂട്ടുന്നത് വരുമ്പോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇറങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പാവങ്ങളെ സഹായിക്കുക, യതീമിങ്ങളെ സഹായിക്കുക, രോഗി